നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനം കുറയുന്നു. പുതിയ രോഗികൾ 3000-ൽ താഴെയായിരിക്കുന്നു. പുതിയതായി 2866 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിലെ രോഗികളിൽ 3379 പേർ രോഗമുക്തിയും നേടി. ഇതോടെ ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 7,22,002 രോഗമുക്തരുടെ എണ്ണം 6,81,711 ആയിരിക്കുന്നു. 3 മരണങ്ങളും പുതിയതായി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്തെ ആകെ മരണം 8,965. നിലവിൽ 31,326 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. ഇവരിൽ 1,052 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഒമാനിൽ 24 മണിക്കൂറിനിടെ 1743 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 2433 പേർ കൂടി രോഗമുക്തരായി. കോവിഡ് ബാധിച്ച് പുതിയതായി 5 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ഇതുവരെ 3,60,999 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 3,33,906 പേരും ഇതിനോടകം തന്നെ രോഗമുക്തരായി. 4,195 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിലവിൽ 92.5% ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 88 കോവിഡ് രോഗികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകെ 417 കോവിഡ് രോഗികളാണ് രാജ്യത്ത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഖത്തറിൽ 783 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1,358 പേർ കൂടി രാജ്യത്ത് രോഗമുക്തി നേടി. ആകെ 3,38,138 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 673 പേർക്ക് സമ്പർക്കത്തിലൂടെയും 110 പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരാണ്. കോവിഡ് ബാധിച്ച് പുതിയതായി 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 655 പേരാണ് ഖത്തറിലാകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ 3,48,924 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തെന്നിന്ത്യൻ താരദമ്പതികളായ ഫഹദ് ഫാസിലിനും നസ്രിയ നസീമിനും UAE ഗോൾഡൻ വിസ ലഭിച്ചു. ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ സിനിമാ മേഖലയിൽ നിന്നും താരദമ്പതികൾക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നത്. ഇരുവരും ECH ആസ്ഥാനത്തെത്തി CEO ഇഖ്ബാൽ മാർക്കോണിയിൽ നിന്നുമാണ് വിസ ഏറ്റുവാങ്ങിയത്. ദുബായിലെ ഏറ്റവും പ്രശസ്തമായ സർക്കാർ സേവന ദാതാക്കളായ ECH ആണ് ഫഹദ് ഫാസിലിനും നസ്രിയ നസീമിനും ഗോൾഡൻ വിസ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. അറബ് പ്രമുഖൻ അബ്ദുള്ള ഫലാസി, ദുബായ് TV ഡയറക്ടർ അഹമ്മദ് അബ്ദുറഹ്മാൻ, ഫാരിസ് ഫൈസൽ എന്നിവർ സംബന്ധിച്ചു. ദക്ഷിണ സൗദിയിലെ അബഹ ഇന്റർനാഷണൽ എയർപോർട്ടിന് ആളില്ലാ വിമാനം ഉപയോഗിച്ച് യമൻ വിമത സായുധ സംഘമായ ഹൂതികളുടെ ആക്രമണം. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ എയർപോർട്ട് ലക്ഷ്യമാക്കിയെത്തിയ ഉടൻ അറബ് സഖ്യസേന വെടിവെച്ചിട്ടു. അതിന്റെ ചീളുകൾ പതിച്ച് വിവിധ രാജ്യക്കാരായ 12 പേർക്ക് പരിക്കേറ്റു. എയർപോർട്ടിലെ തൊഴിലാളികൾക്കും യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. 2 പേരും സൗദികളും 4 പേർ ബംഗ്ലാദേശികളും 3 പേർ നേപ്പാളികളുമാണ്. ഓരോ ഫിലിപ്പീൻസ്, ശ്രീലങ്കൻ പൗരന്മാർക്കും പരിക്കേറ്റു. ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് വിമാനത്താവളത്തിന്റെ മുൻഭാഗത്തുള്ള ചില്ലുകൾ തകരുകയും ചെറിയ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിനു ശേഷം വ്യോമ ഗതാഗതം പുനരാരംഭിച്ചു. ഫെബ്രുവരി 15 മുതൽ ബഹ്റൈൻ ഗ്രീൻ ലെവലിലേക്ക് മാറുമെന്ന് കോവിഡ് പ്രതിരോധ സമിതി വ്യക്തമാക്കി. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ഇടങ്ങളിലും സാമൂഹ്യ അകലം പാലിക്കേണ്ടതില്ല. സിനിമാശാലകൾ, സമ്മേളനങ്ങൾ, പരിപാടികൾ, കായിക കേന്ദ്രങ്ങൾ, പൊതു ഇടങ്ങൾ ഇവയൊക്കെ സാധാരണ പോലെ പ്രവർത്തിക്കാം. പ്രവേശന സമയത്ത് ഗ്രീൻ ഷീൽഡ് കാണിക്കേണ്ടതില്ല. എന്നാൽ എല്ലായിടങ്ങളിലും മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം. ഖത്തറിൽ വാക്സിൻ എടുത്ത വിദ്യാർത്ഥികൾക്കും കോവിഡ് വന്ന് ഭേദമായ വിദ്യാർത്ഥികൾക്കും വാരാന്ത്യ റാപ്പിഡ് ആന്റിജൻ പരിശോധന വേണ്ട. വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വാക്സിൻ എടുത്ത വിദ്യാർത്ഥികൾ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കോവിഡ് ബാധിച്ച് നെഗറ്റീവായവർ ഹെൽത്ത് സെന്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. മറ്റു വിദ്യാർത്ഥികൾ പതിവ് പോലെ ആന്റിജൻ ടെസ്റ്റ് വീടുകളിൽ വെച്ച് നടത്തണം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസുകളും അടുത്ത ആഴ്ച മുതൽ തുടങ്ങും. ഇതോടൊപ്പം തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള പഠനയാത്രകൾക്കും അനുമതിയുണ്ട്. കുവൈറ്റിൽ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കണമെന്ന് പാർലമെന്റ്. സാംക്രമിക രോഗ നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കരട് നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം നൽകി.
ബുധനാഴ്ച നടന്ന പാർലമെന്റ് സെഷനിലാണ് കരട് നിർദ്ദേശം വോട്ടിനിട്ടത്. രണ്ടാം വായനയിൽ 46 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ഭേദഗതി ബിൽ പാസാക്കിയത്. കുത്തിവെപ്പ് എടുക്കാത്തവർക്ക് ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണം പിൻവലിക്കണമെന്നും വാക്സിൻ എടുക്കാത്തവരെയും രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുതിയ ഇലക്ട്രോണിക് പാസ്പോർട്ട് പുറത്തിറക്കി സൗദി അറേബ്യ. ഉന്നത സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയാണ് പുതിയ പാസ്പോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വ്യക്തിയുടെ വിവരങ്ങളടങ്ങിയ ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നതാണ് പുതിയ പാസ്പോർട്ടിന്റെ പ്രത്യേകത. ഒറ്റനോട്ടത്തിൽ വ്യത്യാസം തോന്നിയില്ലെങ്കിലും ഒട്ടേറെ സവിശേഷതകളോടെയാണ് സൗദി അറേബ്യ പുതിയ പാസ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഉന്നത സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത പുതിയ പാസ്പോർട്ടിന് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതോടെയാണ് ഇലക്ട്രോണിക് പാസ്പോർട്ട് പുറത്തിറക്കിയത്. ആഭ്യന്തരമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ പ്രകാശനം ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.